എല്ലാവർക്കും നമസ്കാരം. റേഡിയോ റിംഗിന്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെന്നും മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെന്നും മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. NSS എന്ന സംഘടനയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗീതമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലിയത്. നാഷണൽ സർവീസ് സ്കീമിൽ അംഗങ്ങളാകുന്ന കുട്ടികൾ ഏതൊക്കെ ജീവിത രീതികളെ അവലംബിച്ചാണ് തങ്ങളുടെ NSSന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള വരികളിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. വളരെ അർത്ഥവത്തായ വരികളാണ്, ആശയസമ്പുഷ്ടമായ വരികളാണ്, ജീവിതത്തിൽ പകർത്തേണ്ട വരികളാണ്. നല്ലൊരു വ്യക്തിയാകുവാൻ, നല്ലൊരു ജീവിത മാതൃകയാകുവാൻ എന്തൊക്കെയാണ് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ നൽകുന്ന വരികൾ. അടിസ്ഥാനപരമായി മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാ വികാരങ്ങളുടെയും ഒരു കേന്ദ്രമാണ്. ആ മനസ്സ് നന്നാകണമെങ്കിൽ അറിവുണ്ടാകണം. അറിവുണ്ടാകുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ ഇല്ലാതാകും. മനസ്സിലെ മാലിന്യങ്ങൾ ഇല്ലാതാകുമ്പോൾ മനസ്സ് നിർമ്മലമാകും. അപ്പോഴാണ് നമ്മൾ മനസ്സിനെക്കുറിച്ച് പറയുന്നത് നല്ല മനസ്സ് എന്നുള്ളത്. ഒരു വ്യക്തി നല്ല മനസ്സിന്റെ ഉടമയാകുന്നത് എപ്പോഴും മനസ്സിൽ നന്മയുള്ളപ്പോഴാണ്. ആ നന്മ എന്ന് പറയുന്നത് അവന് ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നന്മതിന്മകളെ വേർതിരിച്ചു കാണുവാനുള്ള ഒരു മനസ്സാണ് ജീവിത വിജയത്തിന് അടിസ്ഥാനം. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ട് എങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് എന്ന് പറയുന്നത് നിർമ്മലമായ ഒരു മനസ്സാണ്. നമ്മുടെ ആധുനിക ലോകത്ത് വിവിധ മതങ്ങളുണ്ട്, വിവിധ ജാതികളുണ്ട്. വിവിധ ജാതികളും മതങ്ങളിലും പെട്ട മനുഷ്യർ ആരൊക്കെയും എന്തൊക്കെയും ഒക്കെ ആയിക്കൊള്ളട്ടെ, എന്നാൽ നിർമ്മലമായ ഒരു മനസ്സോടു കൂടിയ വ്യക്തിക്ക് മാത്രമേ ജീവിതത്തെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വേർതിരിച്ചു കാണാതെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി, അയാൾ ജീവിതത്തിൽ കാണിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനമാക്കി മനുഷ്യനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യ ജീവിതം ഏറ്റവും കൂടുതൽ വിജയപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. മറ്റുള്ള മനുഷ്യർ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ സന്തോഷാധിക്യങ്ങൾ നിറയുകയും ആ സന്തോഷാധിക്യത്തിൻ്റെ നിറവിൽ ജീവിതം ഏറ്റവും കൂടുതൽ ശോഭായമാനമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെ തോന്നുമ്പോഴാണ് ജീവിക്കണം എന്നുള്ള ആഗ്രഹം മനുഷ്യന് ഉണ്ടാകുന്നത്. ആ ആഗ്രഹമാണ് ജീവിതത്തെ ഏറ്റവും വിഘ്നങ്ങളില്ലാതെ മുമ്പോട്ട് നയിക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് അറിവ് നേടി നിർമ്മലമായ മനസ്സോടുകൂടി മലീമസമായ വികാരങ്ങളെല്ലാം കളഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കി വിജയപ്രദമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും ശുഭദിനം.